ഇപ്പോൾ നമ്മോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള AV ജയശങ്കർ കൂടി ചേരുകയാണ്. ജയശങ്കർ, 3 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സൂചന ജയശങ്കറുമായി സംസാരിക്കുമ്പോൾ ആയിഷ പോറ്റി നൽകുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ സമരവേദിയിൽ തന്നെ എത്തിയ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. പക്ഷേ ജെ മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഇതിനോടകം വന്നു കഴിഞ്ഞു. വർഗവഞ്ചനയാണ് ചെയ്തത് എന്ന പ്രതികരണമാണ് വരുന്നത്. എങ്ങനെയായിരിക്കും ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ എത്തിയാൽ മത്സരം? ആരായിരിക്കും എതിരാളികൾ? എന്താണ് ആയിഷ പോറ്റിയുടെ തുടർ പ്ലാനുകൾ? വിനീത, ഈ ബാലകൃഷ്ണപിള്ളയെ തന്നെ പരാജയപ്പെടുത്തി വിസ്മയം തീർത്ത ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി തന്നെ സ്ഥാനാർത്ഥിയാവുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി അനുസ്മരണം മുതൽ കോൺഗ്രസ് ഇങ്ങോട്ട് ആയിഷ പോറ്റിയുമായി നിരന്തര ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകളുടെ ഫലം ലഭിക്കുന്നത് ഇന്നലെ രാത്രി മാത്രമാണ്. ഇന്നലെ രാത്രിയാണ് കോൺഗ്രസ് നേതാക്കളോട് KC വേണുഗോപാലിനോടും രമേശ് ചെന്നിത്തലയോടുമൊക്കെ ആയിഷ പോറ്റി എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ സമരപരിപാടിയിലെത്തുകയും അംഗത്വം സ്വീകരിക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിഷ പോറ്റി തന്നെ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയാകും. ആയിഷ പോറ്റി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാൻ, മണ്ഡലത്തിൽ വിജയിച്ച് കയറാമെന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. അതിനവർ പ്രധാന ഘടകങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് ആയിഷ പോറ്റിക്ക് ആ മണ്ഡലത്തിലുണ്ടായ സ്വാധീനം തന്നെയാണ്. 3 തവണ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയ CPM ടിക്കറ്റിൽ ജയിച്ചു കയറിയ MLA ആണ് ആയിഷ പോറ്റി. ബാലകൃഷ്ണ പിള്ളയുടെ കേരള കോൺഗ്രസിന് ഉൾപ്പെടെ അവർക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമായിരുന്നു. അവരുടെ എല്ലാ സ്വാധീനത്തെയും മട്ടിമറിച്ചുകൊണ്ട് അവിടെ വലിയ വിജയം CPM നേടിക്കൊടുത്ത ജനകീയ അടിത്തറയുള്ള ഒരു നേതാവാണ് കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി. ആയിഷ പോറ്റി ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും ജയിച്ചു കയറാനാകും. അത്രമാത്രം താഴെ തട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കണ്ടു തന്നെയാണ് കൊട്ടാരക്കര പിടിക്കാൻ ആയിഷ പോറ്റിയെ നിയോഗിക്കാൻ കോൺഗ്രസ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ദിവസം ആയിഷ പോറ്റിയുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവസരം വരുമ്പോഴല്ലേ അപ്പോൾ തീരുമാനമെടുക്കുമെന്നാണ് ആയിഷ പോറ്റി പറഞ്ഞത്. എന്തായാലും ആ അവസരം വന്നിരിക്കുന്നു. ആയിഷ പോറ്റി തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകയാകാൻ ആയിഷ പോറ്റി തീരുമാനിച്ചിരിക്കുന്നു. ഇനി CPMലേക്ക് വന്നാൽ CPMന്റെ സ്ഥാനാർത്ഥി തത്വത്തിൽ ബാലഗോപാൽ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. KN ബാലഗോപാലും ആയിഷ പോറ്റിയും ആ മണ്ഡലത്തിൽ വരുമ്പോൾ തകൃതിയായ ഒരു തട്ടുപൊളിപ്പൻ രാഷ്ട്രീയ മത്സരം അവിടെ പോരാട്ടമാകും കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആയിഷ പോറ്റി ഇറക്കി മണ്ഡലം പിടിക്കുക എന്നത് തന്നെയാണ് UDF ക്യാമ്പ് ലക്ഷ്യമിടുകയും ചെയ്യുന്നത്.